So hi, this is Mutation Part 4 video. ഇതിലോട്ട് വരുന്നതിന് മുന്നേ Part 1, 2, 3 കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ what we'll be dealing about the structural chromosomal aberrations or mutations which results in the mutations which are caused by the changes in the structure, ക്രോമസോം സ്ട്രക്ചറിലുള്ള മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്ന മ്യൂട്ടേഷൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സ്ട്രക്ചറൽ മ്യൂട്ടേഷൻ തന്നെ ഒരു 4 വെറൈറ്റി ഉണ്ട്, 4 ടൈപ്സ് ഉണ്ട്. അതിൻ്റെ നമ്മൾ 2 ടൈപ്പ്, ദാറ്റ് ഈസ് എബൌട്ട് ഡിലീഷൻ ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം നമുക്ക് ക്രോമസോമൽ മ്യൂട്ടേഷൻ ഓൾറെഡി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എനി ചേഞ്ച്, മ്യൂട്ടേഷൻ തന്നെ പലതരത്തിലുണ്ട്. ക്രോമസോമിൽ നടക്കുന്ന മ്യൂട്ടേഷൻ ബേസ്ഡ് ഓൺ വേർ ദ ചേഞ്ച് ടേക്സ് പ്ലേസ്. ക്രോമസോമിൽ തന്നെ സംടൈംസ് ദ ചേഞ്ച് മ്യൂട്ടേഷൻ ക്യാൻ ബി റിസൾട്ട് ഓഫ് ദി ചേഞ്ച് ഇൻ ക്രോമസോം നമ്പർ. അതാണ് ക്രോമസോമൽ മ്യൂട്ടേഷൻസോ ചേഞ്ച് ഇൻ ക്രോമസോമൽ മ്യൂട്ടേഷൻ തന്നെ ചേഞ്ച് ഇൻ നമ്പർ കൊണ്ടുണ്ടാകും. അതിനെ നമ്മൾ ന്യൂമറിക്കൽ മ്യൂട്ടേഷൻസ് എന്തും. ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ക്രോമസോം, മേ ബി ലോസ്, ഗെയിൻ, അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ അബറേഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് സ്ട്രക്ചർ അബറേഷൻസ്. Now, സ്ട്രക്ചറൽ അബറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ജിഫിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഈ പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഒന്ന് ക്യാൻ ബി ഡ്യൂപ്ലിക്കേഷൻ, ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റഡ് ആവാം, ഡിലീറ്റഡ് ആവാം. ആ സെഗ്മെൻറ്റ് തന്നെ ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് ദ ക്രോമസോം ക്യാൻ ബി റിവേഴ്സ്ഡ്, അതായത് അത് ഇറങ്ങിപ്പോയിട്ട് റിവേഴ്സ്ഡ് ആകാം. അങ്ങനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഭാഗം സെഗ്മെൻറ്റ് ഓഫ് ദ ക്രോമസോം ക്യാൻ ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ക്രോമസോം ടു അനദർ ക്രോമസോം. നമ്മുടെ തന്നെ സെല്ലിൽ ഒരു ക്രോമസോമിൽ നിന്ന് വേറൊരു ക്രോമസോമിലോട്ട് പോയാലും മതി. ഇതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇതിനൊക്കെ നമുക്ക് മ്യൂട്ടേഷൻ എന്ന് പറയാം. അപ്പം എന്തൊക്കെയാണ് ചേഞ്ചസ് ഇൻ ക്രോമസോം സ്ട്രക്ചർ ഡ്യൂ ടു, നമുക്ക് നോക്കാം, ഇവിടെ നോക്കേ, ഡ്യൂപ്ലിക്കേഷൻ, ഡിലീഷൻ, ഇൻവേർഷൻ, ദാറ്റ് ഈസ് ആൻഡ് ട്രാൻസ്ലൊക്കേഷനെയാണ് നമ്മൾ സ്ട്രക്ചറൽ അബറേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഓരോന്നിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഗെയിൻ ഓഫ് സെഗ്മെൻറ്റ്സ് ഉണ്ടാകാം, ലോസ് ഓഫ് സെഗ്മെൻറ്റ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ റീ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. എന്ത് മാറ്റം ക്രോമസോമിൽ വന്നാലും, ജീൻസിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ജീനുകളിൽ 1-2 ജീൻ നഷ്ടപ്പെട്ടു പോയാലും, 1-2 ജീൻ കൂടുതൽ കിട്ടിയാലും, 1-2 ജീൻ്റെ പൊസിഷൻ മാറിയാൽ തന്നെ അത് അതേ ക്രോമസോമിലാണ് അല്ല വേറൊരു ക്രോമസോമിലാണ് മാറ്റം, പൊസിഷനിലാണ് വരുന്നതെങ്കിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? മ്യൂട്ടേഷൻസ് കാണാൻ പറ്റും. ആൻഡ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ, സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്? ഇതുണ്ടാവുന്നത് മെയിൻലി ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ബ്രേക്സ് ഇൻ ദ ക്രൊമാറ്റിഡ്സ്. ക്രോമസോമുകളിലെ ക്രൊമാറ്റിഡ്സിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു ബ്രേക്ക് ഉണ്ടാവുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന സ്ട്രക്ചറൽ അബറേഷൻസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറയുന്ന നമുക്ക് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇവിടെ ക്രോമസോമിൻ്റെ നമ്പറിൽ ഒരു മാറ്റവും വരുന്നില്ല. അതായത് ദിസ് നോ ചേഞ്ച് ഇൻ ക്രോമസോം നമ്പർ, ബട്ട് യെസ് ദർ ഇസ് എ മ്യൂട്ടേഷൻ ഇറ്റ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ദി ചേഞ്ച്, അല്ലെങ്കിൽ ഇത് ക്രോമസോം ജനറ്റിക് കണ്ടന്റിൽ അല്ലെങ്കിൽ പൊസിഷനിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് സ്ട്രക്ചറൽ അബറേഷൻസ്. അതിൻ്റെ ആദ്യത്തെ ടൈപ്പാണ് ഡിലീഷൻ. നോ, വാട്ട് ഇസ് ഡിലീഷൻ? ഡിലീഷൻ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. നൗ ദിസ് ഇസ് എ പെർട്ടിക്കുലർ ക്രോമസോം. ഇതാണ് സാധാരണ ആ ഒരു ക്രോമസോമിൻ്റെ നോർമൽ വേരിയൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ വേരിയൻറ്റ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വാട്ട് ഹാസ് ഹാപ്പൻ, ഇത്രയും ഒരു സെഗ്മെൻറ്റ്, ക്രോമസോമിൻ്റെ ഇത്രയും ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് എത്രയോ ജീൻസ് ആവാം അല്ലേ, 1, 2, 3, 4 ജീൻസ് ആവാം, ചിലപ്പോൾ ഒരു ജീൻ ആവാം. എന്നാലും ഇത്ര ഒരു സെഗ്മെൻറ്റ് നഷ്ടപ്പെട്ടു പോയേക്കാണ്, ഡിലീറ്റഡ് ആയിട്ട് പോയേക്കാണ്. എങ്ങനെയാണ് ഡിലീറ്റഡ് ആയി പോയത്? ഇവിടെയും എന്തോ കാരണം കൊണ്ട്, ഏതോ ഒരു എൻഡോ ന്യൂക്ലിയസിൻ്റെ ആക്ഷൻ കൊണ്ട് ഈ ഒരു ഭാഗം മുറിഞ്ഞു പോയിട്ട് ഇതിവിടെ വന്ന് ചേർന്നില്ല. മുറിഞ്ഞു പോയിട്ട് വന്ന് ചേരുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഇത് മുറിഞ്ഞങ്ങ് പോയി, പിന്നെ ഈ ക്രോമസോമിലോട്ട് അത് വന്ന് യോജിച്ചില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഈ ക്രോമസോമിൽ ഈ ഒരു പർട്ടിക്കുലർ ഭാഗമില്ല. ദാറ്റ് ഈസ് ലോസ് ഓഫ് എ സെഗ്മെൻറ്റ് ഓഫ് ക്രോമസോം. നൗ ദിസ് ലോസ് എവിടെ നിന്ന് നടക്കുന്നു? ഒരു ക്രോമസോമിൽ ഇത് എവിടെ നിന്ന് നടക്കുന്നു? ഏതെങ്കിലും അറ്റത്തുനിന്നാണോ ലോസ് ഉണ്ടായത്? ഏതെങ്കിലും ഒരു അറ്റത്തുനിന്നാണെങ്കിൽ, ഏതെങ്കിലും ഒരു എൻഡ്, ഈതർ വൺ ഓഫ് ദി എൻഡിൽ നിന്നാണ് ലോസ് ഉണ്ടായതെങ്കിൽ ആ ലോസിനെ നമ്മൾ ടെർമിനൽ ലോസ് എന്ന് വിളിക്കും. ടെർമിനൽ ഡിലീഷൻ. ഓക്കെ, സോ ഇഫ് ദ ഡിലീഷൻ ഹാപ്പൻഡ് ഫ്രം ഇനി എൻഡ്, ഒരു ടെർമിനൽ റീജിയനിൽ നിന്നാണ് ഡിലീഷൻ നടന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു എൻഡിൽ നിന്നാണ് ഡിലീഷൻ നടന്നതെങ്കിൽ, ഈ എൻഡിൽ നിന്നോ ആണ് ഡിലീഷൻ നടന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും?
ടെർമിനൽ മ്യൂട്ടേഷൻ എന്ന് വിളിക്കും. ഈ ഒരു എക്സാമ്പിളിൽ കാണുന്ന പോലെ ഇഫ് ദ ഡിലീഷൻ ഹാപ്പൻഡ് ഫ്രം ദി മിഡിൽ റീജിയൻ, അല്ലെങ്കിൽ നടുക്കത്തെ ഏതെങ്കിലും ഭാഗത്തു നിന്നാണ് ഡിലീഷൻ നടന്നെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് ഇന്റർ കാലറി ഡിലീഷൻ. നൗ അപ്പോൾ ഇതാണ് ഡിലീഷൻ. ഇനി ഈ ഡിലീഷൻ്റെ ഭാഗം കൊണ്ട് കാരണം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? യു ക്യാൻ സീ എ ഫിനോമിനൻ നോൺ ആസ് സ്യൂഡോ ഡോമിനൻസ്. നമുക്ക് സ്യൂഡോ ഡോമിനൻസ് എന്ന് പറയുന്നൊരു ഫിനോമിനൻ കാണാൻ പറ്റും. എന്താ ഈ സ്യൂഡോ ഡോമിനൻസ്? നിങ്ങൾക്ക് തന്നെ അറിയാം, സാധാരണ രീതിയിൽ ഒരു ജീനിന് ചിലപ്പോൾ 2 or 3 അലീൽസ് ഉണ്ടാകും. അതിനകത്ത് ഏതെങ്കിലും ഒരു അലീൽ എന്ന് പറയുന്ന വേരിയേഷൻസ് ആണ്, അല്ല ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് എ ജീനാണ്. ചിലപ്പോൾ അച്ഛനിൽ നിന്ന് വരുന്ന ആ ഒരു ജീനായിരിക്കും ഡോമിനൻ്റ് ആയിട്ടിരിക്കുന്നത്, അമ്മയിൽ നിന്ന് വരുന്നതായിരിക്കും റെസസീവ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡോമിനൻറ്റും ഒരു റെസസീവും ഉണ്ടെങ്കിൽ നമ്മുടെ ആ വേരിയേഷൻ നമ്മൾ വിളിക്കുന്നത് ഹെട്രോസൈഗസ് എന്ന് വിളിക്കില്ല. അതായത് നമുക്ക് ഒരു ജീനിൻ്റെ തന്നെ 2 വെറൈറ്റീസ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹെട്രോസൈഗസ്, നമ്മുടെ ജീൻസിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്ന് വിളിക്കും. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരു ഡോമിനൻറ്റും ഒരു ഡോമിനൻറ്റ് വെറൈറ്റിയും ഒരു റെസിസ്റ്റൻറ്റ് വെറൈറ്റിയും ഒരുമിച്ച് വരുവാണെങ്കിൽ എപ്പോഴും എന്തിൻ്റെ ഫീനോടൈപ്പ് ആയിരിക്കും ഓഫ് സ്പ്രിങ് കാണിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡിവിജ്വൽ കാണിക്കുക? എപ്പോഴും ഡോമിനൻറ്റ് അലീലിൻ്റെ ഫീനോടൈപ്പിക് വേരിയേഷൻസ് ആയിരിക്കും. നമ്മുടെ മെൻ്റൽ എക്സ്പീരിയൻസിൽ ടി എന്ന് പറയുമ്പോൾ അവിടെ അടുത്ത് ടി ആയിരുന്നല്ലേ, ടോൾനെസ് ആയിരുന്നു ഡോമിനൻറ്റ്. അപ്പോൾ പ്ലാന്റിൽ ഈ രണ്ടിൻ്റെയും ജീനുണ്ട്. ടോൾ ആകാനുള്ള ജീനും ഉണ്ട്, പൊക്കം കുറയാനുള്ള ജീനും ഉണ്ടെങ്കിലും ടോൾ ആവാനുള്ള ജീൻ ഉള്ളത് കൊണ്ട് ആ ഇൻഡിവിജ്വൽ ടോൾ ആയിരുന്നു അല്ലേ. അതിനാണ് നമ്മൾ ഡോമിനൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് അച്ഛൻ്റെ എന്ന് വിചാരിക്കുക, പെറ്റേണൽ. ഓക്കെ, നമുക്കിനി മെറ്റേണലായിട്ട് വേറൊരു വേരിയേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞു, ഇതിങ്ങനെ 2 വേരിയേഷൻ ഉണ്ട്. നമുക്ക് മെറ്റേണലിലാണ് എന്ത് സംഭവിച്ചത്? ഡിലീഷൻ നടന്നുപോയി. മെറ്റേണലിൽ നിന്നാണ് ഈ സെഗ്മെൻറ്റ് ഡിലീറ്റ് ആയി പോയത്. ഓക്കെ, സോ പെറ്റേണലിൻ്റെ വേരിയേഷൻ എന്തായിരുന്നു? സ്മോൾ ടി ആയിരുന്നു. മെറ്റേണലിൽ നിന്ന് നമുക്ക് കിട്ടിയതായിരുന്നു ക്യാപിറ്റൽ ടി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഹെട്രോസൈഗസ് ആയിരുന്നു അല്ലേ. പക്ഷേ ഇനി ഹോമോസൈഗസ് ആവണം, ഈ സ്മോൾ ടി എന്ന് പറയുന്ന ഒരു അലീൽ അതിൻ്റെ ആക്ഷൻ കാണിക്കണമെങ്കിൽ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും എന്തുണ്ടാവണമായിരുന്നു? സ്മോൾ ടി വരണമായിരുന്നു. അല്ലെങ്കിൽ 2 കോപ്പി ഓഫ് റെസസീവ് അലീൽ ഉണ്ടെങ്കിൽ മാത്രമാണ് സാധാരണ രീതിയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഒരു റെസസീവ് അലീലിൻ്റെ ക്യാരക്ടറിനെ ഫീനോടൈപ്പിൽ എക്സ്പ്രസ്ഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ ഈ ഡിലീറ്റഡ് ഏരിയയിലുള്ളത്, അതായത് ഇവിടെ നിന്ന് ഡിലീറ്റ് ആയി പോയല്ലോ, ഇനി ഡിലീറ്റ് ആവാത്ത ഹോമോലോഗസ് ക്രോമസോംസ് ഉണ്ട്, അച്ഛൻ്റെ അമ്മയുടെയും ക്രോമസോംസ് ഉണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും ക്രോമസോമിൽ അമ്മയുടെ ഒരു സെഗ്മെൻ്റ് ആണ് ഡിലീറ്റഡ് ആയി പോയെന്ന് വിചാരിക്കുക. അപ്പോൾ അച്ഛൻ്റെ സെഗ്മെൻറ്റിലുള്ളത് എന്ത് ജീൻ തന്നെ ആയിക്കോട്ടെ, അതൊരു ഡോമിനൻറ്റ് വെറൈറ്റി ആയിക്കോട്ടെ, അതല്ല ഒരു റെസസീവ് വെറൈറ്റി ആണെങ്കിൽ ഈ റെസസീവ് വെറൈറ്റി അതിൻ്റെ എന്ത് കാണിക്കും? അതിൻ്റെ ഫീനോടൈപ്പ് കാണിച്ചിരിക്കും. സോ റെസസീവ് വെറൈറ്റി എന്ത് കാണിച്ചിരിക്കും? അതിൻ്റെ ഫീനോടൈപ്പ് എക്സ്പ്രഷൻസ് കാണിച്ചിരിക്കും. അത് അതിൻ്റെ ഒരു കോപ്പിയാണോ ഉള്ളതെങ്കിലും അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വി കോൾഡ് എ സ്യൂഡോ ഡോമിനൻസ്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ഡോമിനേഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് എ റെസസീവ് അലീൽ ഡ്യൂ ടു ദി ഡിലീഷൻ ഓഫ് ഡോമിനൻ്റ് അലീൽ. റെസസീവ് അലീൽ ഇവിടെ എപ്പോഴാണ് എക്സ്പ്രസ്ഡ് ആയത്? ഡോമിനൻ്റ് അലീൽ ഡിലീറ്റ് ആയി പോയത് കൊണ്ടാണ് ഇവിടെ റെസസീവ് അലീൽ എക്സ്പ്രസ്ഡ് ആയത്. അല്ലാണ്ട് റെസസീവ് അലീലിൻ്റെ 2 കോപ്പി ഉള്ളതുകൊണ്ടല്ല. ശരിക്കും ഉണ്ടായിരുന്ന ഒരു റെസസീവ് അലീലും ഒരു ഡോമിനൻ്റ് അലീലും ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ ഈ ഡോമിനൻ്റ് അലീൽ ഡിലീറ്റ് ആയി പോയി. അതുകൊണ്ട് റെസസീവ് അലീൽ അതിൻ്റെ എക്സ്പ്രഷൻ കാണിക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് സ്യൂഡോ ഡോമിനൻസ്. ഓക്കെ, എന്താ സ്യൂഡോ ഡോമിനൻസ് എന്ന് ഓർത്ത് നോക്കുക. സ്യൂഡോ ഡോമിനൻസ് ഇസ് എ കണ്ടീഷൻ വിച്ച് ഹാപ്പൻസ് ഡ്യൂറിങ് ഡിലീഷൻ, അല്ലെങ്കിൽ ഒരു ക്രോമസോമൽ ഡിലീഷൻ എന്ന് പറയുന്ന മ്യൂട്ടേഷൻ്റെ കാരണം കൊണ്ടുണ്ടാവുന്ന ഒരു ഇതാണ് സ്യൂഡോ ഡോമിനൻസ് എന്ന് പറയുന്നത്. When does that take place? It takes place during deletion. And എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ the recessive allele is getting expressed because the dominant allele got deleted. ഓക്കെ, അതിനാണ് നമ്മൾ സ്യൂഡോ ഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്യൂഡോ ഡോമിനൻസ് എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഡിലീറ്റഡ് ആയി, ഇനിയിപ്പോൾ നമ്മളിത് ഡിലീറ്റഡ് ആയി, ഇനി മിയോസിസിൻ്റെ സമയത്ത് ഹോമോലോഗസ് ക്രോമസോംസ് ഹാസ് ടു കം ക്ലോസ് ടുഗെദർ ആൻഡ് ലൈ ക്ലോസ് ടു ഈച്ച് അതർ, റൈറ്റ്? അവിടെ ഒരു സിനാപ്റ്റിക് പെയറിങ് നടക്കുന്നുണ്ട്. സിനാപ്റ്റിക് പെയറിങ്ങിൻ്റെ കാര്യം ഞാൻ മിയോസിസിൽ പറഞ്ഞായിരുന്നു. അവിടെ പോയിന്റ് ടു പോയിന്റ് പെയറിങ് ആണ്. അതായത് ഹോമോലോഗസ് ക്രോമസോം ഇങ്ങനെ ജീൻ ടു ജീൻ ആയിട്ട് ഇങ്ങനെ പെയർ ചെയ്താണ് ഇരിക്കുന്നത്.
അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അറിയാം ഇതൊരു നോർമലായിട്ടുള്ള ഒരു ക്രോമസോമാണ്. ഇത് എന്ത് വെറൈറ്റിയാണ്? ഇറ്റ് ഇസ് എ ഡിലീറ്റഡ് ക്രോമസോം അല്ലേ? ഇതൊരു ഡിലീറ്റഡ് വെറൈറ്റി ആണ്. ഇവിടെ ഏത് ജീൻസ് ഇല്ല നോക്കി. ഇവിടെ ഈ സിയും ഡിയും ഡിലീറ്റഡ് ആയിപ്പോയിട്ട് ഇവിടെ സിയും ഡിയും ഇല്ല. ദർസ് നോ സി ആൻഡ് ഡി. അപ്പം ഈ പറയുന്ന നോർമൽ ക്രോമസോമിൻ്റെ സിയും ഡിക്കും പെയർ ചെയ്യാനായിട്ട് ഈ ഒരു ഡിലീറ്റഡ് ക്രോമസോമിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ദേ കനോട്ട് പെയർ. അപ്പോൾ ഇവിടെ എന്ത് കാണാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും ആ ഫോർമേഷൻ ഓഫ് എ ഡിലീഷൻ ലൂപ്പ്. എന്ത് നമുക്ക് കാണാൻ പറ്റും? വി ക്യാൻ സീ ദാറ്റ് എ ഡിലീഷൻ ലൂപ്പ് ഫോർമേഷൻ എവിടെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും? നോർമൽ ക്രോമസോമിൽ ഒരു ഡിലീഷൻ ലൂപ്പിൻ്റെ ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതായത് അൺപെയർ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിങ്ങനെ ലൂപ്പ് ഔട്ട് ചെയ്ത് പുറത്തോട്ട് ഉന്തിത്തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്താ ഡിലീഷൻ എന്ന് പറഞ്ഞു? ഡിലീഷൻ എന്ന് പറയുമ്പോൾ ഡിലീഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു എ ലോസ് ഓഫ് എ സ്മോൾ സെഗ്മെൻറ്റ് ഓഫ് എ ക്രോമസോം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ക്രോമസോം ബ്രേക്ക് ഉണ്ടായതിന് ശേഷം 2 ബ്രേക്ക് ഉണ്ടായി, ഒരു സെഗ്മെൻറ്റ് മുറിഞ്ഞു പോയി, ബട്ട് ഇറ്റ് ഫെയിൽ ടു ജോയിൻ. ആ ജോയിൻ ചെയ്യാൻ വിട്ടുപോയതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ദ ക്രോമസോം ഹാസ് ലോസ് ദാറ്റ് പെർട്ടിക്കുലർ സെഗ്മെൻറ്റ്. അതിനെയാണ് നമ്മൾ ഡിലീഷൻ എന്ന് പറയുന്നത്. ഡിലീഷൻ തന്നെ 2 രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ടെർമിനൽ ഡിലീഷൻ ഇഫ് ദ ഡിലീഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഫ്രം ദി എൻഡ്, ആൻഡ് ഇന്റർകാലറി ഡിലീഷൻ ഇഫ് ദ ഡിലീഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഫ്രം ദി മിഡിൽ ഓർ എനി അതർ റീജിയൻ. ആൻഡ് ഡിലീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഡിലീഷൻ ഉണ്ടെങ്കിൽ ഒരു സ്യൂഡോ ഡോമിനൻസ് എന്ന കണ്ടീഷൻ കാണിക്കും. ദാറ്റ് ഇസ് ഡിലീറ്റഡ് ആവാത്ത മറ്റ് ക്രോമസോമിലുള്ള നോർമൽ ഹോമോലോഗസ് ക്രോമസോമിലുള്ള അലീൽ റെസസീവ് ആണെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് എക്സ്പ്രസ് ബിക്കോസ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് ഡോമിനൻ്റ് അലീൽ. പിന്നെ നമ്മൾ പറഞ്ഞു ഡ്യൂറിങ് മിയോസിസ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഒരു ലൂപ്പ് ഫോർമേഷൻ വിൽ ബി സീൻ. ഇത് ആരായി ലൂപ്പ് ആകുന്നത് നോർമൽ ഹെട്രോസൈഗസ് ഈ കണ്ടീഷനിൽ നോർമൽ ക്രോമസോം ആണ് നമുക്ക് കാണാൻ പറ്റും. ഡിലീറ്റഡ് ആയിട്ടുള്ള ക്രോമസോം അല്ല, നോർമൽ ക്രോമസോം അല്ലേ? നമുക്ക് കാണാൻ പറ്റും ഈ നോർമൽ ക്രോമസോം സിനാപ്റ്റിക് പെയറിങ്ങിൻ്റെ സമയത്ത് ഒരു ലൂപ്പ് ഫോർമേഷൻ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഡിലീഷൻ. ഡിലീഷൻ്റെ ഒരു എക്സാമ്പിളാണ് ക്രൈഡു-ചാറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. എന്താണ് എക്സാമ്പിൾ? ക്രൈഡു-ചാറ്റ് സിൻഡ്രോം. ക്രൈഡു-ചാറ്റ് സിൻഡ്രോം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് എ കണ്ടീഷൻ, ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഇവിടെ ക്രോമസോം നമ്പർ 5ൻ്റെ ഷോർട്ട് ആം പി ആം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇതാണ് നോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രോമസോം നമ്പർ 1ൻ്റെ ഇത് ഹോമോലോഗസ് പെയർസ് ആണ്. ഈ ഹോമോലോഗസ് പെയറിൽ ഒരു ക്രോമസോമിൻ്റെ ക്രോമസോം നമ്പർ 5ൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ്, ദാറ്റ് ഇസ് പി ആമിൽ ഈ ഒരു സെഗ്മെൻറ്റ് ഇസ് ഗെറ്റിംഗ് ഡിലീറ്റഡ്. പി ആമിൽ ആ ഒരു സെഗ്മെൻറ്റ് ഇസ് ഗെറ്റിംഗ് ഡിലീറ്റഡ്. അപ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടഡ് ഇൻഡിവിജ്വലിന് കുറച്ച് ജനറ്റിക് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് ക്രൈഡു-ചാറ്റ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഈ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ കുഞ്ഞിലെ ഇൻഫൻറ്റ് സ്റ്റേജിലുള്ള അവരുടെ കരച്ചിലിനൊരു എന്താ പറയുക, ഒരു പൂച്ചയുടെ കരച്ചിൽ പോലെ കേൾക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ദാറ്റ് അതുകൊണ്ടാണ് അതിന് ക്രൈഡു-ചാറ്റ് എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ വരാൻ കാര്യം. അതല്ലാതെ തന്നെ ഒരുപാട് വേറെ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അവർക്ക് ഡ്വാർഫിസം ഉണ്ടാകാം, അവർക്ക് കുറച്ച് ബ്രോഡ് ഫേസ് ആയിരിക്കാം അവരുടെ IQ ഭയങ്കര കുറവായിരിക്കാം, മിക്കവാറും തന്നെ ഇൻഫൻസി തന്നെ ഡെത്ത് സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ന്യൂമറസ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ അബ്നോർമാലിറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും. എന്നാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ക്രൈഡു-ചാറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വേറൊരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, വേറൊരു മൊഡ്യൂളിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ എനിവേസ് ഡിലീഷൻ്റെ ഒരു എക്സാമ്പിൾ, whenever deletion is asked, please mention about this ക്രൈഡു-ചാറ്റ് syndrome. ക്രോമസോം നമ്പർ 5ൻ്റെ ഒരു ഷോർട്ടർ ആമിൻ്റെ ഒരു പോർഷൻ ഇസ് ഗെറ്റിംഗ് ഡിലീറ്റഡ്. അതാണ് ക്രൈഡു-ചാറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് എന്താണ്? നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ഇസ് നോൺ ആസ് ഡ്യൂപ്ലിക്കേഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈ പടത്തിൽ തന്നെ കാണാൻ പറ്റും. നൗ ദിസ് പെർട്ടിക്കുലർ സെഗ്മെന്റ്, ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയും സെഗ്മെന്റ് ഇതേ ഡ്യൂപ്ലിക്കേറ്റഡ് ആവുകയാണ് അല്ലേ? ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡ്യൂപ്ലിക്കേറ്റഡ് ആൻഡ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് അറേഞ്ച്. ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ട് അതേ ക്രോമസോം വന്നിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി കോൾഡ് ആസ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഡ്യൂപ്ലിക്കേഷൻ ആണെങ്കിലും നല്ല കാര്യമാണോ? അല്ല. ഈ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നതും നല്ല കാര്യമില്ല. അപ്പം നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് എ ക്രോമസോമൽ പാർട്ട് ഇൻ എക്സസ്, നോർമൽ ഒരു കണ്ടീഷനേക്കാളും എക്സസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ക്രോമസോമൽ പാർട്ടിനെ കിട്ടുന്നതിനാണ് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പം അത് ചിലപ്പോൾ മിക്കവാറും തന്നെ പർട്ടിക്കുലർ പേരൻറ്റ് ക്രോമസോം തന്നെ ആയിരിക്കും വന്നിരിക്കുന്നത്. എന്തായാലും ഡ്യൂപ്ലിക്കേഷൻ തന്നെ നമുക്ക് പല തരത്തിലുണ്ട്. ബേസ്ഡ് ഓൺ ദി
പൊസിഷൻ ഓഫ് ദി ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ്. ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് എവിടെയാണ് പിന്നെ വന്ന് പൊസിഷൻ ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് 3 തരത്തിൽ ഡ്യൂപ്ലിക്കേഷനെ പറയാൻ പറ്റും. ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ, റിവേഴ്സ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ഡിസ്പ്ലേസ്ഡ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ. ടാൻഡം, okay, reverse tandem and displaced tandem duplication. ഓക്കെ, ഇനി എന്താണ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഡ്യൂപ്ലിക്കേറ്റഡ് പാർട്ട് ഇസ് അറേഞ്ച്ഡ് നെക്സ്റ്റ് ടു ദി ഒറിജിനൽ പാർട്ട്. ഈ എവിടെയാണോ സാധാരണ ഒറിജിനലായിട്ട് ആ ജീൻസ് ഇരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തൊട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താ റിവേഴ്സ് ടാൻഡം? റിവേഴ്സ് ടാൻഡത്തിൽ അവർ ബാക്ക് ടു ബാക്ക് തന്നെയാണ്, അതായത് എവിടെയാണോ ആദ്യത്തെ സെറ്റ് ഇരുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് രണ്ടാമത്തെ സെറ്റ് ഇരുന്നത്. പക്ഷെ ഒരു പ്രശ്നം പറ്റി, എന്താണ്? ഈ ബി ആൻഡ് സി എന്ന് പറയുന്ന സെഗ്മെൻ്റ് ആയിരുന്നു ഡ്യൂപ്ലിക്കേറ്റഡ് ആയത്. പക്ഷെ തിരിച്ചത് അറേഞ്ച് ചെയ്തപ്പോൾ അത് ബി സി എന്ന് പറഞ്ഞല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സി ബി എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് അവിടെ ഒരു 180 ഡിഗ്രി അല്ലേ, ഒന്ന് നേരെ വട്ടം കറങ്ങി, ഇങ്ങനെ ഒന്ന് 180 ഡിഗ്രി കറങ്ങിയതിന് ശേഷം ഒന്ന് തിരിഞ്ഞാണ് അവിടെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി സേ ഇറ്റ് ഇസ് റിവേഴ്സ് ടാൻഡം. അതായത് ഇവിടെ വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ ദ എക്സ്ട്രാ സെഗ്മെന്റ് ലൈസ് ക്ലോസ് ടു ദി ഒറിജിനൽ സെഗ്മെന്റ് ബട്ട് ദ ഓർഡർ ഇസ് റിവേഴ്സ്ഡ്, അല്ലെങ്കിൽ ജീൻ സീക്വൻസ് ഇസ് റിവേഴ്സ്ഡ്. അടുത്ത എന്താണ്? നെക്സ്റ്റ് വൺ ഇസ് നോൺ ആസ് ഡിസ്പ്ലേസ്ഡ് ടാൻഡം. എന്താണ് ഈ ഡിസ്പ്ലേസ്ഡ് ടാൻഡം? ഡിസ്പ്ലേസ്ഡ് ടാൻഡത്തിൽ വരുന്ന സംഭവം എന്താണെന്നറിയാമോ? ദി ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെന്റ് ഇസ് അറേഞ്ച്ഡ് നോട്ട് നെക്സ്റ്റ് ടു ദി ഒറിജിനൽ സെഗ്മെന്റ്. ഒറിജിനൽ സെഗ്മെന്റ് അടുത്തല്ല, ചിലപ്പോൾ അതേ ക്രോമസോമിലായിരിക്കാം ചിലപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വേണമെങ്കിൽ വേറൊരു ക്രോമസോമിലും പോയി അറേഞ്ച് ചെയ്യാം കേട്ടോ. ഇറ്റ് ക്യാൻ ബി അറേഞ്ച് ഇൻ ദ സെയിം ക്രോമസോം ബട്ട് അറ്റ് എ ഡിഫറെൻറ്റ് ലൊക്കേഷൻ, or it can get inserted into another location. Okay, anyways, ഇനിയാണ് നമ്മൾ ഡിസ്പ്ലേസ്ഡ് ടാൻഡം എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ ഇവിടെ ഡിസ്പ്ലേസ്ഡ് ടാൻഡം നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്ന ഈ ഒരു കണ്ടീഷനാണ്, വേർ ദ ഡ്യൂപ്ലിക്കേറ്റഡ് റീജിയൻ ഇസ് ഗെറ്റിംഗ് അറ്റാച്ച്ഡ് ടു another location of the same chromosome. ഓക്കെ, ഇനി ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ പെയറിങ് നടക്കുന്നത് നോക്കി. ഇതാണ് നോർമൽ ക്രോമസോം. ഇവിടെ എ ബി സി ഡി ഇ എഫ് ജി എന്ന ജീൻസ് ഉണ്ട്. ഈ ക്രോമസോമിൽ എന്ത് സംഭവിച്ചു? ഈ ക്രോമസോമിൽ തന്നെ ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ചു. ഡ്യൂപ്ലിക്കേഷൻ വരുമ്പോൾ എന്താ സംഭവിച്ചത്? ദ ഇ എഫ് റീജിയനാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്നത്. കണ്ട് ഇ എഫിൻ്റെ 2 ഭാഗമാണ് ഡ്യൂപ്ലിക്കേറ്റഡ് ആയേക്കാണ്. അപ്പോൾ ഹോമോലോഗസ് പെയറിങ് നടക്കുമ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റഡ് ജീൻ അല്ല ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോം വിൽ ബി പെയറിങ് വിത്ത് അനദർ നോർമൽ ആയിട്ടുള്ള റെപ്ലിക്കേറ്റഡ് ക്രോമസോമായിട്ടായിരിക്കും പെയർ ചെയ്യുന്നത്. അതിൻ്റെ ഹോമോലോഗസ് റെപ്ലിക്കേറ്റഡ് ക്രോമസോമായിട്ടായിരിക്കും ഈ ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോം പെയർ ചെയ്യുന്നത്. പെയർ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? പെയർ ചെയ്യുമ്പോൾ ഈ അഡീഷണൽ ഇക്കും എഫിനും ഇരിക്കാനുള്ള സ്ഥലമില്ല, അല്ലെ? അഡീഷണൽ ഇക്കും എഫിനും പെയർ ചെയ്യാനായിട്ട് നോർമൽ ക്രോമസോമിൽ ഇടം ഉണ്ടോ? ഇല്ല. സോ അവിടെ ഒരു പെയറിങ് നടക്കില്ല. സോ വി ക്യാൻ സീ ദാറ്റ് ദ ഡ്യൂപ്ലിക്കേറ്റഡ് ഇ എഫ് റീജിയൻ ഇസ് ഗെറ്റിംഗ് ലൂപ്ഡ് ഔട്ട് സോ ദാറ്റ് പെയറിങ് ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോംസ് ടേക്സ് പ്ലേസ് ഇൻ എ നോർമൽ വേ. അപ്പം ഇവിടെ ആരാണ് ലൂപ്പ് ഔട്ട് ആവുന്നത്? ദി ഡ്യൂപ്ലിക്കേറ്റഡ് റീജിയൻ ആണ് ലൂപ്പ് ഔട്ട് ആവുന്നത്. നമ്മുടെ ഡിലീഷൻ്റെ കേസ് നമ്മൾ ആരാ ലൂപ്പ് ഔട്ട് ആവുമെന്ന് പറയുന്നത്? നോർമൽ ക്രോമസോമിൽ ആ ഡിലീറ്റഡ് മറ്റേ ക്രോമസോം ഡിലീറ്റഡ് ആയ പോർഷൻ നോർമലിലാണ് ലൂപ്പ് ഔട്ട് ചെയ്തത് പെയറിങ്ങിൽ. ഇവിടെ അങ്ങനെയല്ല. ഈ 2 ക്രോമസോമിൽ ദി അബ്നോർമൽ ഓർ ദി എന്താ പറയുക മ്യൂട്ടേറ്റഡ് ക്രോമസോമാണ് ഇവിടെ ലൂപ്പ് ഔട്ട് ചെയ്യുന്നത്. അതും ലൂപ്പ് ഔട്ട് ചെയ്യുന്ന ഏത് ഭാഗമാണ്? ദ ഡ്യൂപ്ലിക്കേറ്റഡ് പോർഷൻ ഇസ് ഗെറ്റിംഗ് ലൂപ്ഡ് ഔട്ട്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് എന്തിനെങ്ങനെ ലൂപ്പ് ഔട്ട് ആവുന്നത്? ഇങ്ങനെ ലൂപ്പ് ഔട്ട് ആയാൽ അവിടെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു പെയറിങ് കണ്ടോ, നോർമൽ ആയിട്ടുള്ളൊരു ഹോമോലോഗസ് പെയറിങ് ബിറ്റ്വീൻ chromosomes can take place during meiosis. So this is about duplication and its pairing during meiosis. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എല്ലായിടത്തും നമ്മളിപ്പോൾ നിങ്ങൾ മ്യൂട്ടേഷൻ പ്രത്യേകിച്ച് ഇങ്ങനെ സ്ട്രക്ചറൽ മ്യൂട്ടേഷൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം വാട്ട് ഇസ് ദാറ്റ് മ്യൂട്ടേഷൻ എന്നുള്ളതെന്ന് പറയുക, അതെങ്ങനെ കാണാതിരിക്കും എന്നുള്ളതെന്ന് വരയ്ക്കുക പരീക്ഷയ്ക്ക്. ഓക്കെ, യു ഹാവ് ടു ഡ്രോ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? പിന്നെ മ്യൂട്ടേഷനിൽ അല്ല മിയോസിസിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയായിരിക്കും, മിയോസിസിൽ ഈ ക്രോമസോംസ് എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത് എന്നൊന്ന് പറയുക. പിന്നെ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഈ ഒരു 4 പോയിന്റിനെ ബേസ് ചെയ്ത് വേണം നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതാൻ. അപ്പോൾ ഈ ഒരു 4 പോയിന്റ് എല്ലായിടത്തും വേണം കേട്ടോ. 1 മാർക്കിന് ചോദിച്ചാലും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകണം. അപ്പോൾ നിങ്ങൾ ഈ
പെയറിംഗ് ഒന്നും വരയ്ക്കേണ്ട എന്ന് പറഞ്ഞു പോയാൽ മതി. എക്സാമ്പിളും ജസ്റ്റ് മെൻഷൻ ചെയ്തത് ഇതാണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മതി. അതല്ല ഇതേ ക്വസ്റ്റ്യൻ തന്നെ 5 മാർക്കിന് വരികയാണെങ്കിൽ എല്ലാം വിശദമായിട്ട് എഴുതണം. എന്താ ഡ്യൂപ്ലിക്കേഷൻ, ടൈപ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ്റെ പടം വരയ്ക്കണം, മിയോട്ടിക് പെയറിങ്ങിൽ എങ്ങനെ ഇരിക്കുന്നത് പടം വരയ്ക്കണം. ഈ പറയുന്ന എക്സാമ്പിൾ ആണെങ്കിലും ഇച്ചിരി വിശദമായിട്ട് എഴുതണം. അപ്പം ആ രീതിയിൽ വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ ഒന്ന് എഴുതാനായിട്ട് മാനസികമായിട്ട് പ്രിപ്പയർ ആവേണ്ടത്. ഓക്കെ. അതല്ല 1 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ എന്താണെന്ന് വെറുതെ അങ്ങ് എഴുതി പോകുന്നതിന് പകരം ഒരു 4 സെൻറ്റൻസ് കൊണ്ടുള്ള എല്ലാ കാര്യം ഒന്ന് മെൻഷൻ ചെയ്ത് പോയാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എക്സാമ്പിൾ. എക്സാമ്പിൾ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഏറ്റവും ആദ്യം എക്സാമ്പിൾ എന്ന് പറയുന്നത് ബാർ ഐസ് ഇൻ ഡ്രോസോഫിലയാണ്. എന്താണ് എക്സാമ്പിൾ? ബാർ ഐസ് എന്താണ്? സാധാരണ രീതിയിൽ നോർമൽ വൈൽഡ് ടൈപ്പ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് നോർമൽ ആയിട്ടുള്ള ജനറ്റിക് വേരിയൻറ്റിനെയാണ് നമ്മൾ വൈൽഡ് ടൈപ്പ്, അതായത് സാധാരണ നേച്ചറിൽ കാണുന്ന വൈൽഡ് അനിമൽസ് എന്നൊക്കെ പറയുന്നത് വൈൽഡ് ആയിട്ടുള്ള കണ്ടീഷൻ. ആൻഡ് പുതുതായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ മ്യൂട്ടേറ്റഡ്, ന്യൂലി അറൈവലിലാണ് നമ്മൾ മ്യൂട്ടേറ്റഡ് വെറൈറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈൽഡ് ടൈപ്പ് ഇസ് ഓൾവേസ് ഡിനോട്ടഡ് വിത്ത് പ്ലസ്. നമ്മൾ സാധാരണ നമുക്ക് 2 രീതിയിൽ അലീൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് നമ്മൾ ഡോമിനൻ്റ് ആൻഡ് റിസസീവ് അലീൽ കാണിക്കുമ്പോൾ നമ്മൾ അതിനെ മെയിൻലി കാണിക്കുന്ന ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റർ ഇട്ടിട്ടാണ് നമ്മൾ ഡോമിനന്റ് വെറൈറ്റീസ് ആൻഡ് റിസസീവ് വെറൈറ്റീസ് കാണിക്കുന്നത്. Now when you are talking about mutation, നമ്മൾ മ്യൂട്ടേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് വൈൽഡ് വെറൈറ്റി എന്നും മ്യൂട്ടേറ്റഡ് വെറൈറ്റി എന്നും പറയും. അവിടെ ചിലപ്പോൾ വൈൽഡ് ആയിരിക്കാം ഡോമിനൻറ്റ്, ചിലപ്പോൾ മ്യൂട്ടേറ്റഡ് ആയിരിക്കാം ഡോമിനൻറ്റ്, നമുക്കറിയില്ല. ബട്ട് എപ്പോഴും നമ്മൾ വൈൽഡ് ജീനിനെ അല്ലെങ്കിൽ വൈൽഡ് അലീലിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ആ ജീൻ്റെ ലെറ്റർ പ്ലസ് ഒരു പ്ലസ് സൈൻ വെച്ചിട്ടായിരിക്കും. മ്യൂട്ടേറ്റഡിനെ വെറുതെ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലസ് സൈൻ ഓൾവേസ് ഡിനോട്ട്സ് വൈൽഡ്. അത് ഡോമിനൻ്റ് ആണോ റെസീവ് ആണോ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ എഴുതിയാൽ മതി. ഇവിടെ വൈൽഡ് ആണ് ഡോമിനൻറ്റ് അല്ലെങ്കിൽ മ്യൂട്ടേറ്റഡ് ആണ് ഡോമിനൻ്റ് എന്നുള്ളത് പിന്നെ എഴുതി പിടിപ്പിച്ചാൽ മതി. പക്ഷേ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് വൈൽഡ് വെറൈറ്റിയും ഒരു മ്യൂട്ടൻ്റ് വെറൈറ്റിയുമാണ് നമ്മുടെ ഹോമോസൈഗസ് കണ്ടീഷൻ, ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ വരുന്നെങ്കിൽ നമ്മളതിനെ ഇതാണ് വൈൽഡ് ഡോമിനൻ്റ് അല്ല വൈൽഡ് ഹോമോസൈഗസ്, ഇത് വൈൽഡ് മ്യൂട്ടൻ്റ് ഹെറ്ററോസൈഗസ്, ഇത് മ്യൂട്ടൻ്റ് ഹോമോസൈഗസ്. ഓക്കെ, ഇത് ഹെറ്ററോസൈഗസ്, ഇത് വൈൽഡ് ഹോമോസൈഗസ്. ഓക്കെ, അപ്പോൾ ആ രീതി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ എക്സാമ്പിൾ ഓഫ് ഡ്യൂപ്ലിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ് ബാർ ഐസ് ഇൻ ഡ്രോസോഫില. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് തൊട്ടടുത്ത് ബാക്ക് ടു ബാക്ക് വന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്, അതിൻ്റെയാണ് ബാർ ഐ. അപ്പോൾ നോർമൽ വൈൽഡ് ടൈപ്പ് ഓഫ് ഡ്രോസോഫിലയുടെ കണ്ണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ ഒരു ഓവലാണ്. ഓവൽ അല്ലേ, ഒരു ഇച്ചിരി നല്ല ഉരുണ്ട് ഇങ്ങനത്തെ ഓവലായിട്ട് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന കണ്ണുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ മ്യൂട്ടേറ്റഡ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? മ്യൂട്ടേറ്റഡ് ഓർഗാനിസത്തിൽ എന്താ ഉള്ളത്? ഈ ബാർ റീജിയൻ എന്ന് പറയുന്നത് സാധാരണ ഡ്രോസോഫിലയുടെ എക്സ് ക്രോമസോമിൽ ഒരു പെർട്ടിക്കുലർ റീജിയൻ്റെ ഡ്യൂപ്ലിക്കേഷനെയാണ് നമ്മൾ ബാർ റീജിയൻ എന്ന് പറയുന്നത്. ഈ റീജിയൻ നമ്മൾ 16A എന്നൊക്കെ പറയും. നിങ്ങൾക്ക് അത്രയും കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ആ റീജിയൻ, ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മ്യൂട്ടേറ്റഡ് വെറൈറ്റി എന്ന് വിളിക്കും. അതായത് എക്സ് ക്രോമസോമിൽ ഈ ഒരു ബാർ റീജിയൻ്റെ 2 കോപ്പി ഉണ്ട്, 2 ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ ആ ഇൻഡിവിജ്വൽ നമ്മൾ എന്ത് വിളിക്കും? ആ ഒരു കണ്ടീഷനാണ് നമ്മൾ മ്യൂട്ടേറ്റഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മ്യൂട്ടേറ്റഡ് ഇൻഡിവിജ്വൽസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കണ്ണുകൾ കുറച്ചും കൂടെ ഒബ്ലോങ് ആയിട്ട് നീണ്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് മറ്റതുപോലെ ഉണ്ടയായിട്ട് വട്ടത്തിൽ ഓവലായിട്ടല്ല ഇരിക്കുന്നത്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇലോങ്ങേറ്റഡ്, റൈറ്റ്? അങ്ങനത്തെ ഇലോങ്ങേറ്റഡ് കണ്ണുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാർ ഐ എന്ന് വിളിക്കുന്നത്. ഇലോങ്ങേറ്റഡ് കണ്ണുകളെയാണ് നമ്മൾ മെയിൻലി ബാർ ഐ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ബാർ ഐ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ പല വേരിയേഷൻസ് കാണാൻ പറ്റും. അതായത് ഇവിടെ വൈൽഡിൽ നോക്കിയേ, വൈൽഡിൽ ഒരു കണ്ടീഷൻ, അതായത് വൈൽഡിൽ എന്താണ്? ശരിക്കും നല്ല ഉണ്ടക്കണ്ണാണ് അല്ലേ? അടുത്ത നോക്കി, ഇനി അടുത്ത കണ്ടീഷൻ എന്താ? ഹെട്രോസൈഗസ് ബാർ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഹെട്രോസൈഗസ് ഫീമെയിലിൻ്റെ കാര്യമാണ്. മെയിൻലി ഫീമെയിലാണ്, കാരണം എക്സ് ക്രോമസോം വരുന്നതാണ്. 2 എക്സ് വരുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. അതുകൊണ്ട് ഫീമെയിലിൻ്റെ കേസിലാണ് നമ്മൾ ബാർ എപ്പോഴും പറയുള്ളൂ കേട്ടോ. എക്സ് ക്രോമസോമിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫീമെയിലിലാണ് ഇത് എക്സാമ്പിൾ വരുന്നത് കൂടെ ഒന്ന് മനസ്സിലോർത്തേക്കുക. എനിവേസ്, ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് ഒരു നോർമൽ ക്രോമസോം വിത്ത് ഓൺലി 1 കോപ്പി ഓഫ് ദിസ് പെർട്ടിക്കുലർ സെഗ്മെന്റ് ആൻഡ് നദർ ക്രോമസോം വിത്ത് 2 കോപ്പീസ് ഓഫ് ദാറ്റ് ബാർ സെഗ്മെന്റ്. അങ്ങനെ വരുമ്പോൾ ഓക്കെ, നോർമൽ കണ്ടീഷനിൽ ഇവരുടെ കണ്ണുകൾ റൗണ്ട് ആണെന്ന് മാത്രമല്ല
അവരുടെ കണ്ണുകൾ ഈ ഫേസറ്റ്സിൽ ഇവർ കണ്ണുകളിൽ ഇങ്ങനെ ഹെക്സഗണലായിട്ട് ഇങ്ങനെ കണ്ണുകൾ കുറേ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതിനെയാണ് ഫേസറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്റ്റേണലി കാണുമ്പോൾ അതിനെ ഫേസറ്റ്സ് എന്ന് വിളിക്കും. ഈ ഫേസറ്റ്സ് നോർമൽ കണ്ടീഷനിൽ ഇവർക്ക് 779 ഫേസറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇവരുടെ കണ്ണുകൾ വീണ്ടും ഇലോങ്ങേറ്റഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഇലോങ്ങേറ്റഡ് ആൻഡ് ബാർ ഷേപ്പ്, ഒരു ബാർ പോലെ ആയി. ആൻഡ് ഫേസറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ എത്ര ഫേസറ്റ്സേ ഉള്ളൂ എന്നറിയാമോ? 358 ഫേസറ്റ്സേ ഇവിടെ ഉള്ളൂ. ഇനി നോക്കി അടുത്ത കണ്ടീഷൻ എന്താണ്? ഹോമോസൈഗസ് ബാർ. ഹോമോസൈഗസ് ബാർ എന്ന് പറയുമ്പം 2 X ക്രോമസോമിലും എന്താണ്? ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെന്റ് അടുത്തടുത്താണ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർ കണ്ണുകൾ ഇതേ പിന്നെയും ചെറുതായി അല്ലേ, ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറുതായി ഇവിടെ. ആൻഡ് കണ്ണുകളിലെ ഫേസറ്റ്സിന്റെ എണ്ണം പിന്നെയും കുറഞ്ഞു. ഇപ്പം എത്രയെന്നറിയാമോ? 68ആയി. എത്രയായി? 68. ഇനിയും ഉണ്ട് പ്രശ്നം. ഇനി നോക്കിയേ, ഇവിടെ വരുമ്പോൾ ഇതൊരു ഹെട്രോസൈഗസ് ഡബിൾ ബാറാണ്. ഹെട്രോസൈഗസ് ഡബിൾ ബാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നൊരു നോർമൽ ക്രോമസോം, പിന്നെ അടുത്ത ക്രോമസോമിൽ ഈ ഇൻഡിവിജ്വൽ എന്താ ഉള്ളത്? 3. അതായത് സാധാരണ ഉണ്ടല്ലോ 2 ഡ്യൂപ്ലിക്കേഷൻ, അതാണ് ഡബിൾ ബാർ എന്നിടാൻ കാര്യം. നോക്കുമ്പോൾ ഇവിടെ 3 എണ്ണം ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കില്ല എന്താ 3 സെറ്റ് ഉണ്ടല്ലോ. 3 സെറ്റ് ഉണ്ട്, പക്ഷേ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇത് നോർമലി ഉണ്ടാവേണ്ടതാണല്ലോ. ഡ്യൂപ്ലിക്കേഷൻ ഇരട്ടി സംഭവിച്ചു, അതാണ് ഡബിൾ ബാർ. ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുമ്പോഴാണല്ലോ ഇവർക്ക് ബാറായി വരുന്നത്. അപ്പോൾ ബാർ എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ? ഡ്യൂപ്ലിക്കേഷൻ വരുമ്പോഴാണ് ബാർ വരുന്നത്. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം ഡ്യൂപ്ലിക്കേറ്റ് നടന്നു അല്ലേ. അതുകൊണ്ടാണ് ഒരു വൈൽഡ് ക്രോമസോമും ഉണ്ട്, പിന്നെ ഒരു BD, അതായത് ഡബിൾ ബാർഡ് ക്രോമസോം ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ പിന്നെയും നോക്കിയേ, കണ്ണുകൾ പിന്നെയും ഇലോങ്ങേറ്റഡ് ആയിട്ട് ചെറുതായി എന്ന് മാത്രമല്ല 45 ഫേസറ്റ്സ് ഇവിടെ ഉള്ളൂ. പിന്നെയും നാരോ ഡൗൺ ചെയ്തു പോയി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്യൂപ്ലിക്കേഷൻ റിസൾട്ട്സ് ഇൻ ദി ബാറിങ്. കണ്ണുകളുടെ നീളം കൂടി വരുന്നതായിട്ട് ഫേസസിൻ്റെ എണ്ണം കുറയുന്നതായിട്ട്. പക്ഷേ ഇവിടെ നിങ്ങളൊരു വേറൊരു പെർട്ടിക്കുലർ പോയിന്റ് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? ഇവിടെ നമുക്ക് വേറൊരു ഫിനോമിനൻ കൂടി കാണാൻ പറ്റും. ദാറ്റ് ഇസ് പൊസിഷൻ എഫക്റ്റ്. എന്താ പൊസിഷൻ എഫക്റ്റ്? നിങ്ങൾ വേറൊന്നുമേ തന്നെ ശ്രദ്ധിക്കേണ്ട. യു ജസ്റ്റ് ഈ ഒരു 2 കണ്ടീഷൻ, ഈ ഒരു 2 കണ്ടീഷൻ മാത്രം ശ്രദ്ധിച്ചേ. ഓക്കെ, ഇവിടെ ഈ ഒരു ഇൻഡിവിജ്വൽ സിയിൽ 16A അല്ലെങ്കിൽ ബാർ റീജിയൻ എത്ര തവണയുണ്ട്? 1, 2, 3, 4. അതായത് ബാർ റീജിയൻ്റെ ജീൻസ് 4 തവണയുണ്ട് അല്ലേ. ഈ ഒരു ഇൻഡിവിജ്വലിനാണെങ്കിലോ ബാർ ജീൻസ് എത്ര എണ്ണം ഉണ്ട്? എത്ര കോപ്പീസ് ഓഫ് ബാർ ജീൻസ് ഉണ്ട്? നമുക്കങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇവിടെ 1, 2, 3, 4. ഇവിടെയും 4 കോപ്പീസാണുള്ളത്, ഇവിടെയും 4 കോപ്പീസാണുള്ളത്. റൈറ്റ്? അതായത് രണ്ടിടത്തും എന്താ ഉള്ളത്? 4 കോപ്പീസ് തന്നെയാണ് ഉള്ളത്. അതായത് മീൻസ് ഇവിടെയും 16A എന്ന് പറയുന്നത് 4 കോപ്പീസ് ഉണ്ട്, അല്ലെങ്കിൽ 4 തവണ എൻ്റെ ഇത് 4 റീജിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെയും 4 റീജിയനിൽ അതുണ്ട്. പക്ഷേ എഫക്റ്റിന് വ്യത്യാസമുണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റും ഈ ഒരു കണ്ടീഷന് ഹോമോസൈഗസ് ഈ ഒരു കണ്ടീഷനിൽ 68 ഫേസറ്റ്സ് കണ്ണുകൾക്ക് ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ 45 കുറഞ്ഞു. കണ്ണുകൾ പിന്നെയും ചെറുതായി. അതെന്തുകൊണ്ട്? അതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റുകൾ ഒരുപാട് പഠിച്ചു. അത് മെയിനായിട്ടും പഠിച്ചത് 2 സയൻറ്റിസ്റ്റാണ്. ഒന്ന് ഒരു ബ്രിഡ്ജസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും സ്റ്റുവാർട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുമാണ് പഠിച്ചത്. ആൻഡ് അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോർമലി ഒരു ഈ പറയുന്ന പോലെ ജീൻസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ, അതായത് ഇതിനെ ജീൻസിൻ്റെ എഫക്റ്റ് ഫീനോടൈപ്പിക് എഫക്റ്റിനെ ശരിക്കും പറഞ്ഞാൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് 2-3 കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യും. ദ ഫീനോടൈപ്പിക് എഫക്റ്റ് ഓഫ് എ ജീൻ ഇസ് ഡിറ്റർമൈൻഡ് നോട്ട് ഓൺലി ബൈ ദി എമൗണ്ട് ഓഫ് ദി ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയലിൻ്റെ എമൗണ്ട് മാത്രമല്ല, അതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളതും കൂടെ ഡിറ്റർമൈൻ ചെയ്യും. അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ പൊസിഷനിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടല്ലോ? വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ഈ ഒരു സെഗ്മെൻറ്റ്, ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് നെയ്ബറിങ് ജീൻസ് ആരൊക്കെയാണ്? നെയ്ബറിങ് ജീൻസ് ഇവരാണ്. ഈ ഒരു സെഗ്മെൻറ്റ് നെയ്ബറിങ് ജീൻസ് എന്ന് പറയുന്നത് ഈ 2 സെഗ്മെൻ്റ് ആണല്ലേ. നെയ്ബറിങ് ജീൻസിൻ്റെ പൊസിഷൻ, അതായത് സാധാരണ രീതിയിൽ ഇവിടെ ഇരിക്കുന്ന നെയ്ബറിങ് ജീൻസ് അല്ല, ഇവിടെ വരുമ്പോൾ അതിൻ്റെ നെയ്ബറിങ് ജീൻസ്, ഇവിടെ വരുമ്പോഴും ഈ ഒരു സെഗ്മെൻറ്റ് നെയ്ബറിങ് ജീൻസ് മാറുകയാണ്. ഞാനത് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഞാനതിനെ വേറൊരു എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം.
നോക്കിയേ, സേ ഫോർ എക്സാമ്പിൾ യു ക്യാൻ സേ ദാറ്റ് ഇവിടെ എ ബി, ഇവിടെ ഒറ്റ ജീനേ ഉള്ളൂ എന്നുള്ള അസംഷനിൽ പോവാണ്. എ ബി സി എന്നാണ് ഇവരിയ്ക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഇത് എ ബി സി എന്നാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടെ എ ബി ബി സി, അതായത് ഇവിടെ നോക്കും ബിയുടെ ഇപ്പുറം എയും ബിയുടെ ഇപ്പുറം സിയും ആണെങ്കിൽ ഈ ബിയുടെ കേസിൽ ഈ ബിയുടെ എപ്പുറം ബി തന്നെ ആയിരിക്കണേ, ഈ ബിയുടെ എപ്പുറം സി ആയിരിക്കണേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എ ബി ബി സി, എ ബി ബി സി. ഇവിടെയാണെങ്കിലും എ ബി 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 സി. അപ്പോൾ ഇവിടെ ഈ ഒരു ബിയുടെ അപ്പുറവും ഇപ്പുറം ഏത് ജീനായിരിക്കുന്നത്? ബി ജീനാണല്ലേ ഇരിക്കുന്നത്. നമ്മൾ ഒരൊറ്റ ജീൻ്റെ കേസ് മാത്രം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദ നെയ്ബറിങ് ജീൻസ് ആ ഓരോ കണ്ടീഷനിലും മാറി മറിഞ്ഞ് വരികയാണ്. ഇവിടെ ഉള്ള നെയ്ബറിങ് ജീൻസ് അല്ല ഇവിടെ വന്നപ്പോൾ നെയ്ബറിങ് ജീൻസ്. അപ്പോൾ വെൻ ദ നെയ്ബറിങ് ജീൻസ് ചേഞ്ച്, ജീൻസിൻ്റെ എഫക്റ്റിലും വ്യത്യാസം വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊസിഷൻ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ പൊസിഷൻ എഫക്റ്റ് ഇസ് എ കണ്ടീഷൻ, അല്ലെങ്കിൽ പൊസിഷൻ എഫക്റ്റ് മീൻസ് ദ ഫീനോടൈപ്പിക് എഫക്റ്റ് ഓഫ് ജീൻസ് ആർ നോട്ട് ഓൺലി ഡിറ്റർമൈൻഡ് ബൈ ദി amount of the genetic material, but it's also determined by the position of the genetic material. ഈ ജനറ്റിക് മെറ്റീരിയൽ എവിടെ ഇരിക്കുന്നു എന്നതിനെ കുറിച്ച് എന്നതും ഒരു ഡിറ്റർമൈനിങ് ഫാക്ടറാണ് ഫോർ ദ ഫീനോടൈപ്പ്. ഓക്കെ, സോ ഇതാണ് ഡ്യൂപ്ലിക്കേഷൻ്റെ എക്സാമ്പിളിൽ എനിക്ക് പറയാനുള്ളത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് താഴെ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കുക, ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ നമ്മൾ ഡ്യൂപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫിനോമിനൻ വേർ വിച്ച് യു ക്യാൻ സീ ദാറ്റ് എ പെർട്ടിക്കുലർ segment of a chromosome is getting duplicated and it is getting arranged with the same or a different chromosome. And duplications can be of 3 different types: tandem, reverse tandem and displaced tandem. Tandem എന്ന് പറയുമ്പോൾ the duplicated segment is getting arranged next to the back to back ആയിട്ടാണ് duplicated segment arrange ചെയ്തിരിക്കുന്നത് without any change in the sequence. But in reverse tandem you can see that the duplicated segment is getting arranged back to back, but the sequence of order is getting reversed. And in displaced tandem, the duplicated segment is not getting arranged next to the original segment, but it's getting arranged somewhere else. ഓക്കെ, അതാണ് നമ്മൾ ഡ്യൂപ്ലിക്കേഷനിൽ പറഞ്ഞത്. പിന്നെ മിയോട്ടിക് പെയറിങ്ങിൽ നമ്മൾ പറഞ്ഞു ദ ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോം, ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് ക്യാരിങ് ക്രോമസോമാണ് ലൂപ്പ് ഫോം ചെയ്യുന്നത്. അവിടെ ലൂപ്പ് ഫോം ചെയ്യും മിയോസിസിൽ നമ്മൾ പറഞ്ഞു ഡ്യൂറിങ് സിനാപ്റ്റിക് പെയറിങ്. അത് ഡ്യൂപ്ലിക്കേറ്റഡ് സെഗ്മെൻറ്റ് ഓഫ് ദി ക്രോമസോമാണ് ലൂപ്പ് ആകുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ഡബിൾ ബാറിൻ്റെ കേസ് പറഞ്ഞു. അവിടെ ഇങ്ങനെ കണ്ണുകൾ ബാർ എന്ന് പറയുന്നത് എപ്പോഴാണ് കണ്ടീഷൻ? whenever a particular segment of the X chromosome is getting duplicated, scientists notice that the Drosophila eye is getting elongated and the number of facets in the eye is getting reduced. And as the number of duplication increases, the face is getting ഡിക്രീസ് അല്ലെ, ഫേസസ് നമ്പർ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ അവർ വേറൊരു കണ്ടീഷൻ ശ്രദ്ധിച്ചു. ഒരു ഹോമോസൈഗസ് ബാർ ഫീമെയിലിൽ വേർ 2 ക്രോമസോമിലും ഡ്യൂപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നതും, അന്ന് ഒരു ഹെട്രോസൈഗസ് ഡബിൾ ബാർ ഫീമെയിൽ വേർ 1 ക്രോമസോമിൽ മാത്രം 2 ഡ്യൂപ്ലിക്കേഷൻ നടന്നു. ഇവിടെ 2 കേസിൽ നമുക്ക് കാണാൻ പറ്റും ഡ്യൂപ്ലിക്കേറ്റഡ് റീജിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ DNA കണ്ടന്റ് രണ്ടിടത്തും സെയിം ആണ്. 16A എന്ന് പറയുന്ന പൊസിഷൻ അല്ലെങ്കിൽ ആ റീജിയൻ ഡ്യൂപ്ലിക്കേറ്റഡ് ആകുന്ന DNA കണ്ടന്റ് 4 കോപ്പീസാണ് 2 ഇൻഡിവിജ്വൽസിനും ഉള്ളത്. ബട്ട് ദി എഫക്ട്, ഫീനോടൈപ്പിക് എഫക്ട് ഹാസ് വേരിഡ് എ ലോട്ട്. ഭയങ്കരമായിട്ട് കണ്ണുകൾ ചെറുതാവുന്നത് എവിടെ കാണാൻ പറ്റും? ഹെട്രോസൈഗസ് ഡബിൾ ബാർ ഇൻഡിവിജ്വലിൽ കാണാൻ പറ്റും. ഫേസസിൻ്റെ നമ്പറും ഭയങ്കരമായിട്ട് കുറഞ്ഞായിട്ട് കാണാൻ പറ്റും. ഇതിനെയാണ് പൊസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് പൊസിഷൻ എഫക്റ്റ്? പൊസിഷൻ എഫക്റ്റ് മീൻസ് ദ ഫീനോടൈപ്പിക് എഫക്റ്റ് ഓഫ് എ ജീൻ ഇസ് നോട്ട് ഓൺലി ഡിറ്റർമൈൻഡ് ബൈ ദി എമൗണ്ട് ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ, ബട്ട് ഓൾസോ ഇറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദി പൊസിഷൻ ഓർ ദി എഫക്ട്സ് ഓഫ് നെയ്ബറിംഗ് ജീൻസ് also play a very important part in determining the effect or the level of phenotype. അല്ലേ, ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ്റെ ലെവലിനെ അതും ഒരുപാട് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചു. സോ ഇത്രയുമാണ് ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ഡിലീഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കണ്ടു നോക്കുക, പിന്നെ ഇത് വായിച്ച ടെക്സ്റ്റും കൂടെ ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ എങ്ങനെയാണ് എക്സാമിന് എഴുതേണ്ടതെന്ന് പറഞ്ഞു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് മീ. സോ താങ്ക് യു.